തന്റെ ഹൈബർനേഷൻ യന്ത്രത്തിൽ 90 വർഷം ഉറങ്ങാനായി ഒരു മനുഷ്യൻ സന്തോഷത്തോടെ അതിലേക്ക് കയറി. ഉണരുമ്പോൾ താനൊരു പുതിയ ലോകത്തിലായിരിക്കും എന്ന് അയാൾ ചിന്തിച്ചു. എന്നാൽ സുഖമായി കിടന്നയുടനെ അയാൾക്കെന്തോ ഒരു അസ്വാഭാവികത തോന്നി. യന്ത്രത്തിന് തകരാർ സംഭവിച്ചതുപോലെ. അയാൾ വേഗം പുറത്തുവരാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ ജാമായി. ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം അയാൾ എങ്ങനെയോ പുറത്തുവന്നു. അയാൾ ഭയക്കാൻ തുടങ്ങി. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ആളുകൾ നേരത്തെ ഉണരുന്നുണ്ടെന്ന് ക്യാപ്റ്റനെ ഉണർത്തിപ്പറയാനായി അയാൾ കമാൻഡ് സെന്ററിലേക്ക് ഓട്ടി. അയാൾ പല ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ക്യാപ്റ്റന്റെ വാതിൽ തുറന്നില്ല. ഇനി അയാൾക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിലേക്ക് ഉടൻ സഹായ സന്ദേശം അയക്കണം. പക്ഷേ കപ്പലും ഭൂമിയും തമ്മിലുള്ള ദൂരം വളരെ വലുതായതുകൊണ്ട് സന്ദേശം അവിടെ എത്താൻ 19 വർഷമെടുക്കും. മറുപടി വരാൻ 36 വർഷവും. അതായത് ഈ മുഴുവൻ പ്രക്രിയയ്ക്കും 55 വർഷം വേണ്ടിവരും. അത്രയും കാലം കാത്തിരിക്കുന്നത് അസാധ്യമായിരുന്നു. നിരാശനായ അയാൾ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉപേക്ഷിച്ചു. ഇനി അയാൾ ഏകാന്തതയിൽ വിഷമിച്ച് കപ്പലിലുടനീളം അലഞ്ഞു നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കപ്പലിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഒരുപക്ഷെ താൻ തനിച്ചല്ലായിരിക്കാം. അയാൾ വേഗത്തിൽ അവൾക്കടുത്തേക്ക് നീങ്ങി. പക്ഷേ അടുത്തെത്തിയപ്പോൾ അതൊരു റോബോട്ടാണെന്ന് മനസ്സിലാക്കി. ഇനി അവന്റെ ദൈനംദിന ജീവിതം ഒരേ മുറിയിലും ഒരേ ഭക്ഷണം കഴിക്കുന്നതിലും ഒതുങ്ങി. അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ഒരു ദിവസം ഹൈബർനേഷൻ യന്ത്രത്തിൽ അതിസുന്ദരിയും ഗാഠനിദ്രയിലുമായിരുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കാണുന്നത്. ശരിയല്ലാത്ത ഒരു തീരുമാനമാണ് അയാൾ എടുത്തത്.